അപ്പോസ്തലനായ യോഹന്നാനെ അടക്കിയ സ്ഥലത്തേക്കാണ് നാം ഇപ്പോൾ പോകുന്നത്. കർത്താവിന്റെ മരണശേഷം കർത്താവിന്റെ അമ്മയായ മറിയോട് ചേർന്ന് യോഹന്നാൻ എഫെസോസിൽ തന്റെ ശിഷ്ടകാലം ചെലവഴിച്ചു എന്നുള്ളതാണ് പാരമ്പര്യം പറയുന്നത്. യോഹന്നാൻ എഫെസോസിലായിരുന്ന കാലത്ത് തന്നെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയതും വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണെന്നുള്ളത് നമുക്കറിയാം. 4-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു സഭാ മന്ദിരമുണ്ടായിരുന്നു. പിന്നീട് ജസ്റ്റീനിയൻ ചക്രവർത്തി ഇത് ഒരു വലിയ ദേവാലയമായി പുതുക്കിപ്പണിതു. പിന്നീട് നടന്ന പല പിടിച്ചടക്കലുകളും ഭൂകമ്പങ്ങളും മറ്റും ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ശേഷിച്ചിരിപ്പുള്ളൂ. ആ കാലത്തെ ഇഷ്ടികയിലും മാർബിളിലും കുരിശൂപത്തിൽ പണിയപ്പെട്ട ഈ ദേവാലയം വാസ്തു വിദ്യയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയുള്ള വിവിധ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. വളരെ വലിയതും ബൃഹത്തായതുമായിട്ടുള്ള ഒരു ദേവാലയത്തിൻ്റെ അവശിഷ്ടമാണ് നമുക്കവിടെ വിവിധ നിലകളിൽ കാണുവാൻ കഴിയുന്നത്. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യോഹന്നാൻ മാത്രമേ സ്വാഭാവിക മരണം വരിച്ചുള്ളൂ എന്നുള്ളത് ചരിത്രവും പാരമ്പര്യവും നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. ഈ കാണുന്നത് യോഹന്നാനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. യാക്കോബും സ്തേഫാനോസ് മുതലായവർ യെരുശലേമിൽ കൊല്ലപ്പെട്ടു. പത്രോസും അതുപോലെ തന്നെ പൗലോസും മറ്റും റോമിൽ കൊല്ലപ്പെട്ടതായിട്ടും നമുക്ക് അറിയാം. എന്നാൽ യോഹന്നാൻ എഫെസോസിൽ സ്ഥിരമായിട്ട് താമസിച്ച് ഇവിടെ തന്നെ തൻ്റെ അന്ത്യം വരിച്ചു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന സ്നാനം കുളമാണ്, അതിനുള്ള ക്രമീകരണമാണ് നമുക്കിപ്പോൾ അവിടെ കാണുന്നത്. മനോഹരമായ ഒരു നിർമ്മിതിയുടെ അവശിഷ്ടമാണ് നമുക്കതിൻ്റെ വിവിധ ഭാഗങ്ങളായി ദർശിക്കുവാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ദൃശ്യാനുഭൂതിയാണ് യോഹന്നാനെ അടക്കിയിരിക്കുന്ന ഈ ബസിലിക്കയ്ക്കുള്ളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നു.